ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നും അത്യാവശ്യമുള്ള കേസൊന്നും അല്ലല്ലോ. ഇപ്പോൾ 9 അംഗ ബെഞ്ചിലേക്ക് പോകുന്നു, ഏപ്രിൽ പരിഗണിക്കാൻ പോകുന്നു. നമ്മൾ ഇലക്ഷനിലേക്ക് പോവാണ്. ബൂത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സുപ്രീം കോടതി ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സർക്കാരിനെ ഒരു നിലപാട് പറയാൻ വേണ്ടിയുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇലക്ഷൻ്റെ മണി അടിക്കാൻ നേരത്ത് CPIM അവരുടെ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പാർട്ടിയെ സംബന്ധിച്ച് അതിപ്പോൾ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഏത് പ്രതിസന്ധി കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമര മുന്നണിപ്പട എന്ന നിലയ്ക്കല്ല സ്വയം മനസ്സിലാക്കുന്നത്. മറിച്ച് ഇന്ത്യയിൽ അധികാരമുള്ള ഒരേ ഒരു സ്ഥലം കേരളം നമുക്ക്, അത് നിലനിർത്താൻ എന്ത് കളിയും കളിക്കേണ്ടവർ നാം എന്ന മട്ടിലാണ് അവർ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത്. അതുകൊണ്ട് ആ പാർട്ടിക്ക് അത് എൻ്റെ മുൻകാലത്ത് സ്വീകരിച്ചു പോന്നിരുന്ന കടുത്ത മാർക്സിസ്റ്റ് ഇടതുപക്ഷ പുരോഗമന നിലപാടുകൾ, അതിനോടുള്ള പ്രതിപത്തി, അതൊന്നും ഒരു ഡിസ്കഷൻ പോയിൻ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ ആലോചിച്ച് നോക്കും. നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയത കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്ത പാർട്ടിയാണ് CPM. അത് കേട്ട ചരിത്രം അതിനില്ല. എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് തിരിച്ച്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരുന്ന വർഗീയതയോട് നമ്മൾ ഒരു വലിയ കടുത്ത സമയം എടുക്കേണ്ടതില്ല എന്നതിലേക്ക് അത് പരുവപ്പെട്ടല്ലോ. അതിന് നേതൃത്വവും പരുവപ്പെട്ടു, അതിൻ്റെ ലോക്കൽ കോമ്രേഡ്സും എല്ലാവരും പരുവപ്പെട്ടില്ലേ. നമ്മളങ്ങനെ വെള്ളാപ്പള്ളിയെ നന്നാക്കാനുള്ള ഒരു ഒരു പുരോഗമന സഖ്യമല്ല. നമ്മുടെ പ്രശ്നം അധികാരമാണ് എന്നതിനെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ശരിയാണ്, പിണറായി വിജയൻ സർക്കാർ വലിയ മെജോറിറ്റിയിൽ ആദ്യമായിട്ട് എല്ലാം ശരിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ വരുന്ന ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത്. ഈ വിധി എന്ന് പറഞ്ഞാൽ കേസ് ആകെ തന്നെയും ഒരു ആൻറ്റി പിണറായി പ്ലാൻ ആയിരുന്നു വെച്ചാൽ എനിക്കറിയില്ല. 2006 ഈ കേസ് ആദ്യം കോടതി വരുന്നത്. 2018 കോടതി വിധി വരുന്നു. വന്ന ഘട്ടത്തിൽ നാട്ടുകാരെല്ലാം കൂടി ചാടി. എല്ലാ പത്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ വരുന്നു, പത്രങ്ങളുടെ എഡിറ്റോറിയൽ വരുന്നു. അത് ഫേസ്ബുക്കിലൊക്കെ തന്നെയും ആളുകൾ പുതിയൊരു നവോത്ഥാന കാലത്തിൻ്റെ പെരുമ്പറ മുഴക്കുന്നു. സർക്കാർ നോക്കുമ്പോൾ കൊള്ളാം, മൊത്തത്തിൽ നവോത്ഥാനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയാൽ ആധുനിക നവോത്ഥാന നായകൻ എന്ന പട്ടികയിൽ കൂടി പിണറായി വിജയൻ ഇടം കിട്ടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കി അവർ കയറട്ടെ എന്ന് തീരുമാനിക്കുന്നു. അത് പക്ഷേ അടുത്ത ഇലക്ഷനിൽ തിരിച്ചടിച്ചപ്പോൾ ഫേസ്ബുക്കും അല്ല, പത്രങ്ങളുടെ എഡിറ്റോറിയൽ കാണുന്നത് മാത്രമല്ല, താഴെത്തട്ടിൽ വേറെയുണ്ട് മനുഷ്യരുടെ വികാരം എന്ന് സർക്കാരിന് മനസ്സിലാവുമ്പോൾ സർക്കാർ അതിൽ നിന്ന് പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തുന്നു. ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങളുടെ ആചാരങ്ങളെ ലംഘിക്കുക എന്നത്, അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് സർക്കാർ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞു. സർക്കാർ അവസാനിപ്പിച്ചു കഴിഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ പുരോഗമന നവോത്ഥാന നിലപാട്. അത് വസ്തുതയാണ്. ഇപ്പോൾ അത് പറയാനുള്ള സർക്കാരിൻ്റെ മടി. ഇപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പഴയ നിലപാടിൽ നിന്ന് പോയോ യൂട്ടേൺ അടിച്ചോ എന്നുള്ള ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സർക്കാർ ഒരു മൗനം എടുക്കുന്നു.